ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെയൊക്കെ ജോർജ് ശാംസിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ഒമാനിലെ നിസ്വ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നിസ്വയിൽ ഒരു നിസ്വാദ് അൽ ഡ്രീൻ എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെ ജബൽ അൽ ഷാംസ് എന്നൊരു മലയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ഇത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഇത് ഏകദേശം നിസ്വയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് ഈ സ്ഥലത്തെത്തുക. അപ്പോൾ സാധാരണ നമ്മളെ സഡൻ കാർ ഉപയോഗിച്ചിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണത്. അപ്പം കാര്യമായിട്ട് അവിടെ കാണുന്നത് കുറച്ച് കൃഷിയാണ്. പഴയ കാലത്ത് ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പം ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഒരു പഴയ വില്ലേജാണ്. പിന്നെ അവിടെ കൃഷി പോംഗ്രാനൈറ്റ്, വാഴ, അങ്ങനത്തെ കുറച്ച് കൃഷികളാണ് അവിടെ കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഒരു വില്ലേജിൻ്റെ ഒരു സൈഡിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ബാക്കിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിട്ടിലും വ്യൂ ആണ്. നല്ല അടിപൊളി വില്ലേജാണ് കാണാൻ. ആ ഒരു കുറച്ചൊരു ഗ്രീനറിയും പിന്നെ അവിടുത്തെ കാരക്കത്തോട്ടങ്ങളും അങ്ങനത്തെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു ഒരു കാലാവസ്ഥയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പഴയ കാലത്തെ വില്ലേജുകളും പുതിയ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് മാത്രമല്ല പുതിയ വീടുകളും ഉണ്ട്. ആൾക്കാർ നല്ലോണം താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഇപ്പോഴും. ഇതൊക്കെ വീടുകളാണ് ഇവിടുത്തെ. ഈ വില്ലേജിലുള്ള പഴയ കാലത്തെ വീടുകളാണ്. അപ്പം കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ, അങ്ങനെ ചളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടുകളാണ്. ഒരു ഓൾഡ് സ്റ്റൈലുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ കാണാനൊക്കെ. ഇവിടെ പല ഭാഗത്തും ആളുകൾ താമസിക്കുന്നുണ്ട് ഇപ്പോഴും. ഈ പഴയ വീടുകളല്ല, കുറച്ചുകൂടി പുതുക്കി പണിത വീടുകളൊക്കെ ഇവിടെ കാണാനുണ്ട്. എൻ്റെ പിറകിൽ കാണുന്നത് വാഴത്തോട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല രീതിയിൽ വാഴത്തോട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, ഒരു സീസൺ കഴിഞ്ഞോണ്ടാണോന്ന് അറിയില്ല, ചിലരൊക്കെ വീട് കിടക്കുന്നുണ്ട്. അത് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. എന്താ പറയുക, കളറൊക്കെ മാറിയിട്ടുണ്ട് ഇലകളുടെയൊക്കെ. പിന്നെ ഇതിലിങ്ങനെ ഒരുപാട് വഴികളുണ്ട്. നമ്മളിതിൻ്റെ ഈ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ ഊടുവഴികളാണ്. നമ്മൾ പഴയ കാലത്ത് വില്ലേജിലേക്ക് ഉണ്ടാകുന്ന ഒരു ഇടവഴികൾ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ വഴികളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ നമുക്ക് പല ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ പോവാം. അവിടെ ഒരു റെഡിലും യെല്ലോയിലും വൈറ്റിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പാത്തുകളൊക്കെ. അപ്പം നമുക്ക് ഏകദേശം അത് നോക്കിയിട്ട് നമുക്ക് ടൂറിസ്റ്റൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. സംഭവം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. കാരണം ഒരു തോട്ടവും അവരെ പിന്നെ കൃഷികളും എല്ലാം കാണാം. പഴയ കാലത്ത് ബിൽഡിങ്ങുകൾ കാണാം. ഒരു പള്ളിയുണ്ട് ഇവിടെ.
പിന്നെ ഒരു വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ, പിന്നെ അവരെ ഒരു കനാൽ സിസ്റ്റം ഉണ്ട്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നടക്കാനാണ്, കുറച്ച് ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട്. പല വഴികളിലായിട്ടാണ്, കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലിവിടെ ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് മാർക്ക് ഉണ്ട്, യെല്ലോ റെഡ് വൈറ്റ് മാർക്ക് ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്ത് വന്നാൽ മതി, എല്ലാ വഴികളിലേക്കും നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, അപ്പം അവർ പ്രൈവസി കൂടി നോക്കിയിട്ട് വേണം ഇവിടെ വരുന്നത്. ഞങ്ങൾ താഴെ വരെ ഹൈക്ക് ചെയ്ത് പോയായിരുന്നു. നല്ലോണം ടയർഡായി. ഞാൻ കുറച്ചങ്ങോട്ട് ഇറങ്ങാനുണ്ട്, സ്റ്റെപ്പ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് എത്തുന്നത് ഒരു വാലിയിലേക്കാണ്, ഒരു വാദിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പം വെള്ളം അത്ര ഒന്നും അവിടെ കാണുന്നില്ല, ഇപ്പുറത്തെ സൈഡിൽ മാത്രമേ കുറച്ച് വെള്ളമുള്ളൂ. പിന്നെ അത് വീണ്ടും കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് കയറാനുള്ള ഒരു വഴിയൊക്കെ അവിടെ ഉണ്ട്, ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ജബൽ ഷംസിലേക്ക് പോവാണ്. ഒമാനത്തിന് ഏറ്റവും ഹയസ്റ്റ് പ്ലേസ് ആണ് ഈ ജബൽ ഷംസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചൊരു ഡേഞ്ചറായ വഴിയാണ്. നമ്മൾ സഡൻ കാറൊക്കെ പോകും, എന്നാലും നല്ല കയറ്റങ്ങളാണ്. നമുക്കൊരു ചെറിയൊരു പേടി തോന്നും കയറുമ്പോൾ. അപ്പോൾ 4x4 ആണ് പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും. ഞങ്ങൾ സഡൻ കാർ വെച്ചാണ് പോകുന്നത്. ഏകദേശം ഞങ്ങൾ കയറിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു സ്ലോട്ട് കണ്ടതാണ്. അപ്പം അവിടെ ഒരുപാട് സാധാ കാറുകളുണ്ട്, ഒമാനി കാറുകൾ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ കാറുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ പോയിന്റിലാണ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ചുറ്റും മലകളാണ്, വലിയ വലിയ മലകളാണ്. നാട്ടിലൊന്നും കാണാത്ത അതൊരു വലിയ മലകളാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്ന വീടുകളുണ്ട്. ഒരുപാട് റിമോട്ട് ഏരിയയിൽ റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആൾക്കാർ വീടുണ്ടാക്കി താമസിക്കുന്നുണ്ട്.
അപ്പോൾ ഈ നിസ്വക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണിത്, ബഹ്ല എന്ന് പറയും. അവിടെ ഒരു ഫോർട്ട് ഉണ്ട് പഴയ കാലത്തെ. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫോർട്ടാണ്. കാരണം നമ്മൾ സാധാരണ ഫോട്ടോ കാണുമ്പോൾ വളരെ ചെറിയൊരു ഏരിയയിലും അല്ലെങ്കിൽ ചെറിയ വലുപ്പത്തിലുള്ളതായിരിക്കും. ഏകദേശം വലുപ്പവും 2-3 ഫ്ലോറൊക്കെ ഉള്ള ഒരു തരത്തിലുള്ള ഒരു ഫോർട്ടാണ്. അപ്പോൾ നമ്മൾ കിട്ടിലൻ പാലസാണിത്. കാരണം നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ പാലകൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലുപ്പം തന്നെയാണ് അത്. പിന്നെ ഒരുപാട് മുറികളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. നമ്മൾ അപ്പോൾ കയറുന്ന വഴികൾ നമ്മളൊരു മെയ്സിലൊക്കെ ഒരു ഗെയിം കളിക്കുന്ന ഒരു ഫീലാണ് മൊത്തത്തിൽ. നമുക്കിനെ മനസ്സിലാവില്ല നമ്മൾ ഏത് റൂമിലേക്കാണ് കയറുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് ഇറങ്ങുന്നത്. അങ്ങനെയും അത്രയും റൂമുകളുണ്ട്, അത്രയും വഴികളുണ്ട്, സ്റ്റെപ്പുകളുണ്ട് മുകളിലേക്ക് കയറാനുള്ള. നമ്മൾ കിട്ടിലൻ തന്നെയാണ് നിങ്ങൾ ഈ ഏരിയയിൽ വരികയാണെങ്കിൽ എന്തായാലും വരേണ്ട ഒരു സ്ഥലം കൂടിയാണത്. ഇപ്പോൾ എല്ലാ മുറിയുടെ മുകളിലും ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്, ഒരു അടപ്പാണ്. അതിപ്പോൾ താഴോട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ്. താഴെ എന്താണെന്ന് കാണാൻ പറ്റും. ആ താഴത്തെ ഫ്ലോറിലുള്ള റൂമുകളും ഇങ്ങനെ ഉണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം AD ഒരു 11-ാം നൂറ്റാണ്ടിന് മുൻപൊക്കെ ഉണ്ടാക്കിയതാണെന്നാണ് ഇവിടുത്തെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ പൈസൻ്റെ എന്തോ രൂപങ്ങളൊക്കെ ഇതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് പിന്നെ കുറച്ചൊരു ഇസ്ലാമിക് റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതായത് പ്രീ ഇസ്ലാമിക് പീരീഡിലും ഉള്ള കാര്യങ്ങളും ഇവിടെ കാണുന്നുണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മൾ പോയ വഴി നമ്മൾ അറിയില്ല. അതിങ്ങനെ ഒരു റൂം തന്നെ വേറെ റൂമിലേക്ക് പോയി അവിടെ അതിനേക്കാളും വലിയ റൂമുകളും അതിനേക്കാളും കൂടുതൽ വഴികളും ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. ഒരു അത്യാവശ്യം സമയമെടുത്ത് കാണേണ്ട ഒരു ഫോട്ടോ കൂടിയാണത്. ഈ കാണുന്നതൊക്കെ ഈ ഫോർട്ടിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ ഇതിലൊന്നും റൂഫില്ല. മുകളിലത്തെ ഫ്ലോറിൽ റൂഫ് ഒന്നുമില്ല, ഓപ്പൺ ആണ്. മഴയൊക്കെ പെയ്താൽ ഇങ്ങനെ താഴോട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം. പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനിലേക്ക് ഷെയർ ചെയ്യണം. എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നന്ദി.